എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ റെസിപ്പി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇന്ന് മുരിങ്ങയ്ക്ക തോരനാണ് ഇന്നത്തെ റെസിപ്പിന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെയധികം നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഞാനിന്ന് ഈ മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ഇത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിതുപോലെ മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കുമ്പോൾ അധികം മൂക്കാത്ത മുരിങ്ങയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമേ തന്നെ മുരിങ്ങയ്ക്ക എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ നാരൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പം നമുക്കിതിൻ്റെ മേളിലുള്ളത് ഇതുപോലെ ഒന്ന് ചീകി കളയണം. ഇങ്ങനെ ചീകി കളഞ്ഞാൽ മതി. കാരണം അതിൽ പൊടികളും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം മേളത്തെ ചീകി കളഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അധികം മൂക്കാത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണാതിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ നിങ്ങളിതുപോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ യൂട്യൂബിലിടുന്നത്. അപ്പം നമ്മുടെ പാവപ്പെട്ടവരുടെയൊക്കെ വീഡിയോ ഒക്കെ നിങ്ങളത് കൊള്ളത്തില്ല അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കരുത്. ഭംഗിയിലല്ല കാര്യം, വർക്കിലാണെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഇതിൻ്റെ ടേസ്റ്റിലാണ് കാര്യം. നിങ്ങളിതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മേളിലുള്ള നാരൊക്കെ നമുക്ക് ചീകിയെടുക്കാം. നമുക്ക് ഐഫോണൊന്നുമില്ല, നമുക്ക് സാധാ ഫോണിലാണ് നമ്മളിതൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 1 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാനിവിടെ മുരിങ്ങയ്ക്ക എല്ലാം ഒന്ന് കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക തോരൻ. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക എല്ലാം കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങയ്ക്ക എല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതിന് വേണ്ട അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ എരിവുള്ള മുളകും കാശ്മീരി മുളകും കൂടെ മിക്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 6 7 വെളുത്തുള്ളി അല്ലിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സവോളയൊന്നും അല്ല ചേർക്കുന്നത്, ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് 2 പിടി ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതുകൂടി നമുക്കൊന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേമാതിരി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്തൊന്ന് പച്ചമണം മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്തിട്ടുള്ള അരപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല പോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയ്ക്ക തോരന് വേണ്ടിയിട്ടുള്ള അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് മുരിങ്ങയ്ക്കയിലൊന്ന് പിടിച്ച് വരണം. അപ്പം മുരിങ്ങയ്ക്കയും അരപ്പും എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് എപ്പോഴും മുരിങ്ങയ്ക്ക തോരന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ചോറിനൊക്കെ കഴിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.